എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 5 ശ്ലോകം 17, 18, 19, 20, 21, 22 6 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഈശ്വര ഭജനം തീരെ ഇല്ലാതെ ലൗകിക സുഖങ്ങളിൽ മാത്രം മുഴുകി ധനസമ്പാദനത്തിന് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച് അങ്ങനെ ജീവിക്കുന്നവരുടെ ഗതിയെ പറ്റി ഇതാ വിസ്തരിച്ചു പറയണം. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 17. ഏത ആത്മനോ ശാന്ത അജ്ഞാനേ ജ്ഞാനമാനിന സീതന്ത്യകൃതകൃത്യാ വൈ കാലധ്വസ്തമനോരഥാ. അവിവേകികള് നരകത്തിൽ വീഴുന്നു എന്ന് മുൻപ് പറഞ്ഞല്ലോ. അത് തന്നെ ഇതാ ഒന്നും കൂടി സ്പഷ്ടമായിട്ട് പറയാണ്. ആലോചിക്കാതെ പ്രവർത്തിക്കുന്ന അവിവേകികള് അവർക്ക് തന്നെ ശത്രുക്കളാകാം. അതുകൊണ്ട് ആത്മഘാതികൾ എന്ന് പറയും. അവര് ആത്മാവിനെ തന്നെ ഹിംസിക്കുന്നവരാണ് അവര് ഈ ജന്മത്തിൽ സാധിക്കാൻ കഴിയാത്ത ഓരോ വിചാരങ്ങൾ ഇങ്ങനെ തുടർച്ചയായി മനസ്സിൽ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വിചാരിച്ച് കാലം കഴിയും. അങ്ങനെ ഒരു ദിവസം മരിക്കുമ്പോൾ അവരുടെ മനോരഥങ്ങളെല്ലാം നിഷ്ഫലമായിട്ട് വരുന്നു. ലൗകികമായോ അലൗകികമായോ ഇരിക്കുന്ന യാതൊരു സുഖത്തെയും സമ്പാദിക്കാനുള്ള മാർഗം ശരിയായിട്ട് അറിയണില്ല. എങ്കിലും ഞാൻ എല്ലാം അറിവുള്ളവനാണ്, സർവജ്ഞനാണ് എന്നിങ്ങനെ നടിക്കുകയും ചെയ്യുന്നു. അവശ്യം ചെയ്യേണ്ട ആ ശ്രവണ മനനാദികൾ, അതായത് ഭഗവാനെ ഭജിക്കാൻ ഒന്ന് ആലോചിക്കുക പോലും ചെയ്യണില്ല. പരമാർത്ഥ ജ്ഞാനം അറിയണം, ആത്മാവിനെ അറിയണം എന്ന് ശ്രമിക്കുക പോലും ചെയ്യുന്നില്ല. അങ്ങനെ ജീവിക്കുന്നവര് രാഗലോഭാദി വൃത്തികളിൽ ആകുലിതര വളരെ ദുഃഖിച്ച് ശാന്തിയോ സുഖമോ ഒന്നും അറിയാതെ അങ്ങനെ സങ്കടത്തിൽ അകപ്പെടുന്നു. ഐശ്വര്യം, ധനം, ഒന്നാം തരം വീട്, സകല ധാരാളം ധനം, ബാങ്ക് അക്കൗണ്ടൊക്കെ ഇഷ്ടം പോലെ. എന്നാലോ മനസ്സില് ഒരു ശാന്തി ഇല്ല. എപ്പോഴും അവർക്ക് അതൊരു എന്താന്നറിയാത്തൊരു ദുഃഖം അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. എല്ലാം ഉണ്ട്, പക്ഷെ സുഖമില്ല, മനസ്സിന് ശാന്തിയില്ല. അപ്പോഴെന്താ, ആ ശരീരത്തിന് നാശം വന്നാ പിന്നെ നരകത്തിൽ തന്നെ പോകും. ആത്മഹത്യ, ചിലപ്പോ ആത്മഹത്യ ചെയ്തു എന്നും വരും. സ്വയം വെടിവെച്ച് മരിക്കുക, അല്ലെങ്കിൽ തൂങ്ങി മരിക്കുക, ഇങ്ങനെയൊക്കെ നമ്മളിപ്പോ ലോകത്തിൽ കാണണ്ടല്ലോ അല്ലെ. ഏറ്റവും സമ്പന്നന്മാര്, കോടിപതികൾ പോലും എന്താണ് കാരണം എന്ന് നമുക്ക് മനസ്സിലാവില്ല. പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്നു. കണ്ടുകൊണ്ടിരിക്കണോ ദിവസവും നമ്മള്. ശ്രേഷ്ഠമായ മനുഷ്യജന്മം സിദ്ധിച്ചിട്ടും ഈശ്വരനെ ഭജിക്കാതെ ജന്മം വ്യർത്ഥമാക്കി കളയണം. ധനസമ്പാദനമാണ് ഏറ്റവും ജീവിതത്തില് വേണ്ടത്. ധനം അങ്ങനെ കൂട്ടി വയ്ക്കും അല്ലെ. അവസാനം മനസ്സിലാവും ഇതെന്തുണ്ടായിട്ടും മനസ്സിന് ശാന്തിയില്ല. അപ്പോഴും ഈശ്വരനെ സ്മരിക്കുന്നില്ല, തോന്നണില്ല. സഹ്യാത്മഹാ സ്വം വിനിഹന്ത്യ അസൽഗ്രഹാൽ. അങ്ങനെ വിഷയ ആശകൾ, ഇങ്ങനെ വിഷയത്തിലുള്ള ആശ കൊണ്ട് ആഗ്രഹം നശിക്കണില്ല അപ്പോഴും. അങ്ങനെ ആത്മാവിനെ സങ്കടപ്പെടുത്തുവൻ തന്നെ ആത്മഹത്യ ചെയ്യുന്നവൻ എന്ന് ആചാര്യസ്വാമികളെ വിവേക ചൂടാമണിയിലും അസൂര്യനാമതേ ലോക അന്ധേന തമസാവൃത താം സ്തേ പ്രേത്യാദി ഗച്ഛന്തി യേ കേച ആത്മഹനോ ജനാഹ. അതായത് ആത്മഘാതികള് ഏറ്റവും അന്ധകാരമുള്ള ലോകത്തിൽ ചെല്ലുന്നു, സൂര്യപ്രകാശം അവർ കാണുന്നില്ല എന്നിങ്ങനെ ശ്രുതിയിലും പറഞ്ഞിട്ടുണ്ട്. സകലത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹാസൂര്യനായ ആത്മാവിന്റെ പ്രകാശലേശത്തെങ്കിലും ഇവര് അറിയുന്നില്ല. അതുകൊണ്ട് ലേശവും വിവേകശക്തിയില്ലാത്ത യോനികളിലാണ് പിന്നെ അവര് ജനിക്കുക. ഹിത്വാത്യായാസരജിത ഗൃഹാപത്യ സുഹൃശ്രിയ തമോ വിശന്ധ്യനിച്ഛന്തോ വാസുദേവ പരാങ്മുഖ. ഹരിഭക്തി ഇല്ലാത്തവർക്ക് എന്താ ഉണ്ടാവുക, എന്ത് ഫലം സിദ്ധിക്കാം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഉപസംഹരിക്കുന്നു അയോഗീശ്വരൻ. എല്ലാറ്റിലും ഇരുന്ന് എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ച് എല്ലാമായി വിളങ്ങുന്ന ശ്രീ വാസുദേവനെ ഭജിക്കാത്ത ജനങ്ങൾ എത്രയോ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഗൃഹം, പുത്രന്മാര്, ബന്ധുക്കള്, സമ്പത്തുക്കള് ഇതൊക്കെ ഉപേക്ഷിക്കാൻ മനസ്സില്ലാത്തവരാണെങ്കിലും കാലപാശത്തിൽ അകപ്പെടുമ്പോൾ ഉപേക്ഷിക്കാതിരിക്കാൻ
ഭക്തി ഇല്ലാതെ അവശരായിട്ട് ഉപേക്ഷിച്ച് പോകേണ്ടി വരുന്നവർക്ക് പിന്നെ അവര് നരകം തന്നെയാണ് അവർക്ക് വിധിച്ചിട്ടുള്ളത്. ഗൃഹാദികളെ ഉപേക്ഷിക്കാനോ നരകത്തെ പ്രാപിക്കാനോ അവർക്ക് ആഗ്രഹമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ചെയ്യേണ്ടി വരുന്നു. ഭഗവത് ഭക്തി ഇല്ലാത്തവർക്ക് നരകം തന്നെ ഗതി എന്ന് സാരം. രാജോവാച കസ്മിൻ കാലേ സ ഭഗവാൻ കിം വർണ്ണ കീദൃശോ നൃഭി നാംനാ വാകേന വിധിന പൂജ്യതേ തദിഹോച്യതാം. രാജാവ് ചോദിക്കുകയാണ്, ഭഗവാനെ പൂജിക്കാത്തവർക്ക് നരകം തന്നെ ഫലം എന്ന് അങ്ങ് പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഭഗവാനെ പൂജിക്കേണ്ടത് എന്ന് പറഞ്ഞു തരും. ഏതേത് യുഗത്തിൽ ഏതേത് വിധം ഭജിക്കണം എന്ന് ചോദിക്കുന്നു. ഭഗവാൻ ഏതൊരു കാലത്തിൽ ഏതൊരു നിറമുള്ളവനാണ്, ഏതുമാതിരി ആകൃതിയുള്ളവനാണ്, ഏതു നാമം കൊണ്ട് കീർത്തിക്കപ്പെടുവാൻ യോഗ്യനാണ്, ഏതു വിധമാണ് പൂജിക്കേണ്ടത് എന്ന എല്ലാ സംഗതികളും ഒന്ന് പറഞ്ഞു തരണേ, ഉപദേശിച്ചു തരണേ എന്ന് രാജാവ് ചോദിക്കുന്നു. ഓരോ യുഗത്തിലുള്ളവരുടെ ബുദ്ധിശക്തിയും മനോധർമ്മവും ഓരോ വിധം ഇരിക്കും. അതത് കാലത്തിലെ ജനങ്ങൾക്ക് ഭജിക്കാൻ ഉപകരിക്കത്തക്ക വിധത്തിൽ ഭഗവാൻ ഓരോ രൂപങ്ങൾ സ്വീകരിക്കുന്നു. ഇത് തന്നെയാണ് അവതാരം. ഇങ്ങനെ അവതാര സ്വരൂപത്തെ കുറിച്ച് വിവരിക്കുവാനല്ലാതെ ഈശ്വരന്റെ യഥാർത്ഥ സ്ഥിതിയെ പറ്റി പറയാൻ കഴിയില്ല. മനസ്സിന് അവതാര രൂപങ്ങളെ അല്ലാതെ നിർഗുണനായ ഈശ്വരനെ സ്മരിക്കാനും കഴിയില്ല. അതിനാൽ സാധാരണ ജനങ്ങളുടെ മനഃശക്തിക്ക് അനുസരിച്ച് ഈശ്വരനെ ഏതേത് വിധത്തിലാണ് ഭജിക്കേണ്ടത് എന്നാണ് രാജാവിന്റെ ചോദ്യത്തിന്റെ സാരം. അപ്പൊ അതിന് കരഭാജനൻ എന്ന യോഗീശ്വരനാണ് മറുപടി പറയുന്നത്. ശ്രീ കരഭാജന ഉവാച കൃതം ത്രേതാദ്വാപരം ച കലിരിത്യേഷു കേശവ നാനാവർണാഭിധാകാരോ നാനൈവ വിധിനേജ്യതേ. കരഭാജനം പറഞ്ഞു, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ 4 യുഗങ്ങളുള്ളവയിൽ ഓരോന്നിലും ഭഗവാൻ ഓരോ നിറവും ഓരോ നാമധേയവും ഓരോ ആകൃതിയും സ്വീകരിച്ചുകൊണ്ട് അവതരിക്കുന്നു. പൂജിക്കുന്നതും ഓരോ യുഗത്തിൽ ഓരോ പ്രകാരത്തിലാണ്. എന്നിട്ട് എങ്ങനെയാണ് ഓരോ യുഗത്തിലും പൂജിക്കേണ്ടത് എന്നതാ വിസ്തരിച്ചു പറയുന്നു അടുത്ത ശ്ലോകങ്ങളിൽ. കൃതേ ശുക്ലശ്ചതുർബാഹു ജഡിലോ വൽക്കലാംബര കൃഷ്ണാജിനോ ഭവീതാക്ഷൻ ബിഭ്രദ്ദണ്ഡകമണ്ഡലു. ഹൃദയുഗത്തിലെ വെളുത്ത നിറം, 4 കൈകള്, ജഡ, ഉടുക്കാൻ മരത്തോല്, കൃഷ്ണമൃഗത്തിന്റെ തോല്, പൂണൂല്, അകാരം മുതൽ ഷകാരം വരെയുള്ള വർണ്ണങ്ങൾ എഴുതിയ ജപമാല, കയ്യില് ദണ്ഡം, ജലപാത്രം എന്നിവ ധരിച്ചുകൊണ്ട് ഒരു തപസ്വിയായിട്ടാണ് ഭഗവാന്റെ സ്ഥിതി. മനുഷ്യാസ്തു തദാ ശാന്ത നിർവൈരാ സുഹൃദസമാ യജന്തി തപസാ ദേവം ശമേന ച ദമേന ച. ഹൃദയത്തിലെ മനുഷ്യര് സുഖദുഃഖാദികള് എല്ലാവർക്കും ഒരുപോലെയാണെന്നും എല്ലാവരിലും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ചൈതന്യം ഒന്നു തന്നെയാണെന്നും ധരിച്ച് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണം. ആരോടും വൈരമില്ലാതെ ഇരിക്കുന്നവരായിട്ട് അന്ധക്കരണ നിഗ്രഹം കൊണ്ടും ബാഹ്യേന്ദ്രിയ നിഗ്രഹം കൊണ്ടും തപസ്സുകൊണ്ടും ഇവയെല്ലാം ചേർന്നിരിക്കുന്നതായ ധ്യാനയോഗം കൊണ്ടും ഭഗവാനെ പൂജിക്കുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.